സിസ്റ്ററെ, ഈ കുടുംബത്തിന് കർത്താവ് ചെയ്ത വലിയ അത്ഭുതങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് ഈ ബ്രദറിനുള്ള സാക്ഷ്യമാണ് പറയുന്നത്. ബ്രദറിൻ്റെ പേര് രവി. അതുപോലെ കൂടെ നിൽക്കുന്നത് ബ്രദറിൻ്റെ മകൻ്റെ വൈഫാണ് ഷിജി മോൾ. കാട്ടാക്കട എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഈ ബ്രദറിന് 2 കിഡ്നിയിലെ സ്റ്റോൺ ഉണ്ടായിരുന്നു. 2 കിഡ്നിയിലെ സ്റ്റോണ് സർജറിയിലൂടെ നീക്കം ചെയ്തിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ചർച്ചിൽ കടന്നു വരാൻ ഇടയായത്. വീണ്ടും 1-2 വർഷങ്ങൾക്ക് ശേഷം 2 കിഡ്നിയിലും വീണ്ടും സ്റ്റോൺ ഉണ്ടായി. ഡോക്ടേഴ്സ് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു സർജറി തന്നെ വേണമെന്ന് പറഞ്ഞു. എന്നാൽ ബ്രദറിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഈ ശരീരത്തിൽ ഇനി കത്തി വയ്ക്കുവാൻ ഇടയാക്കുകയില്ല, യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞു. ബ്രദർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് 3 വർഷമായി ഇതുവരെയും കത്തി വയ്ക്കുവാൻ കർത്താവ് ഇടയാക്കിയില്ല, പൂർണ്ണ വിടുതൽ നൽകി എന്നാണ്. താങ്ക് യു ജീസസ്. സർജറി നടന്നു പറഞ്ഞ എത്ര നാൾക്ക് മുമ്പാ? 2017 വീണ്ടും സർജറി പറഞ്ഞത് പിന്നീട് എന്നാ പറഞ്ഞത്? 2018-19 തുടക്കം. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ അല്ലെ 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും സർജറി പറഞ്ഞു. എന്നാ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഇടയായത്? ഈ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സർജറി കഴിഞ്ഞ് 2-2.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേദനയും പ്രയാസവും ഉണ്ടായി. പിന്നെയും ബുദ്ധിമുട്ടും കൂടി തുടങ്ങി. അപ്പോൾ പിന്നെ ഡോക്ടറെ അടുക്കലേക്ക് പോയി. അപ്പോൾ ഡോക്ടർ സ്കാനിങ് എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും കല്ലുകൊണ്ട് കിഡ്നി നിറഞ്ഞിരിക്കുകയാണ്, പിന്നെ സർജറി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പ്രയാസം. വീണ്ടും ഒരു സർജറിക്ക് ഞാൻ അത്ര ഇത് പോരാ. ഒരു സർജറി കഴിഞ്ഞതിന്റെ ക്ഷീണം മാറിയില്ല. 2 സർജറി കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ശരീരം എനിക്ക് അത്ര ഒരു ഇതല്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് വീണ്ടും ഇതിങ്ങനെ ആയി വന്നത്. പിന്നെ ഞാൻ ഇവിടെ വരാനിടയായി, ചർച്ചിൽ വരാനിടയായി. പിന്നെ ഇടയ്ക്ക് ബ്രദർ പ്രാർത്ഥിച്ചു, ഇനി ശരീരത്തിൽ കത്തി വയ്ക്കേണ്ടതില്ല. 3-3-ലേറെയായി. ഞാൻ ഉദ്ദേശം വർഷമാണ് പറഞ്ഞത്, 3-ലേറെ ആവുന്നുണ്ട് വർഷം പ്രസവം കിട്ടിയിട്ട്. അതായത് വേദന കൂടിയിട്ടാണ് പോയത്. യാതൊരു വേദനയില്ല, ശരീരത്തിൽ യാതൊരു പ്രയാസം ഇപ്പം അനുഭവിക്കുന്നില്ല. സ്കാൻ നോക്കിയില്ലെങ്കിലും സ്റ്റോൺ സംബന്ധമായുള്ള ആ പഴയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കർത്താവ് സൗഖ്യമാക്കിയതിനായി സ്തോത്രം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ സിസ്റ്റർ, ഈ മോളുടെ പേര് ഷിജി മോൾ എന്നാണ്. പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ 6-ാം മാസത്തിലെ സ്കാനിൽ ഈ കുഞ്ഞിന് ഹാർട്ടിൽ ഒരു ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതേസമയം നമ്മുടെ ചർച്ചിൽ വന്ന് ബ്രദറിനോട് പറഞ്ഞ് ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞു ഈ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. എന്നാൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ എക്കോ ടെസ്റ്റ് ചെയ്തു. ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, ഒരു ഹോളുമില്ല, കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയിരിക്കുകയാണ്. താങ്ക് യു ജീസസ്. ഐ മീൻ ഡെലിവറിക്ക് ശേഷം ടെസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? അവരുടെ സംശയം കാരണം കൊണ്ടായിരുന്നോ? പറഞ്ഞായിരുന്നു, ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ ചെയ്തു നോക്കാന്ന് പറഞ്ഞു. പിന്നീട് ടെസ്റ്റ് ചെയ്യുമ്പോൾ യാതൊരു പ്രയാസവും. അതായത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിന് ടെസ്റ്റ് ചെയ്തു, സംശയം കാരണം ടെസ്റ്റ് ചെയ്തു, പക്ഷേ യാതൊരു പ്രയാസവും ഇല്ല. കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം.